Hello, good morning my dear students. In today's class we are going to discuss about the discharge of contract. What is discharge of contract? Before discharge of contract there is one more chapter, performance of contract, but it is not actually in the syllabus, so it is not discussed. Okay. എന്നാൽ ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് മീൻസ് വെൻ ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഫുൾഫിൽ ദെയർ ഒബ്ലിഗേഷൻസ് എറേസിങ് ഔട്ട് ഓഫ് ദ ക്വാണ്ടിറ്റി സെഡ് ടു ബി പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് അല്ലേ. ഒരു കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുവെങ്കിൽ അതിനെയാണ് പെർഫോമൻസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അതെല്ലാ കോൺട്രാക്റ്റും ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ അത് പെർഫോമൻസ് ആണ്. അതിനകത്ത് ആക്ച്വൽ പെർഫോമൻസ് ഉണ്ട്, അറ്റംപ്റ്റ് പെർഫോമൻസ് ഉണ്ട്. പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ആക്ച്വൽ പെർഫോമൻസും അറ്റംപ്റ്റ് പെർഫോമൻസും. ആക്ച്വൽ പെർഫോമൻസ് എന്ന് വെച്ചാൽ എന്താ, രണ്ട് വ്യക്തിയും വെൻ ബോത്ത് ദ പാർട്ടീസ് ആക്ച്വലി പെർഫോംസ് ഹിസ് റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻ, രണ്ട് വ്യക്തികളും അവരുടെ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പെർഫോമൻസ് ഈസ് കോൾഡ് ആക്ച്വൽ പെർഫോമൻസ്. വാട്ട് ഈസ് അറ്റംപ്റ്റ് പെർഫോമൻസ്? വെൻ the promiser made an offer but it is not accepted by the promisor. That means both the parties doesn't fulfill their obligation. They just make an offer but the other party doesn't accept it. So agreement or contract doesn't comes into effect. That is to be attempted performance or tender അല്ലേ. അതായത് ഒരു കോൺട്രാക്റ്റ് നിലവിൽ വരുന്നില്ല, രണ്ട് വ്യക്തികളുടെ ഭാഗത്തു നിന്നും കോൺട്രാക്റ്റ് നിലവിൽ വരാനുള്ള ഒരു ആക്ഷനും സ്വീകരിച്ചില്ല എങ്കിൽ ദാറ്റ് പെർഫോമൻസ് ഈസ് കോൾഡ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓർ ടെൻഡർ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ദെൻ we are going to discuss about the important topic that is said to be discharge of contract. Discharge എന്താണ് ഡിസ്ചാർജ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്, എസ് എ ചോദിക്കുന്നൊരു ഇതാണ്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, പുസ്തകം നല്ലതുപോലെ വായിക്കുക. എന്താണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്? എ വാലിഡ് കോൺട്രാക്ട് ക്രിയേറ്റ്സ് സർട്ടൻ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ദ പാർട്ടീസ് ഹു എൻ്റർ ഇൻ ഇറ്റ് അല്ലേ. ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ അവിടെ പാർട്ടീസിന് ഒരു റൈറ്റ് ഉണ്ടാകും, ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാകും. വെൻ സച്ച് റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ കം ടു ആൻ എൻഡ് ഇറ്റ് ഈസ് സെഡ് ടു ബി കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്ഡ് ഓർ ടെർമിനേറ്റ് അല്ലേ. ഒരു കോൺട്രാക്റ്റുള്ള രണ്ട് വ്യക്തികളുടെയും റെസ്പെക്റ്റീവായിട്ടുള്ള ജോലികൾ തീർത്തുവെങ്കിൽ ആ കോൺട്രാക്റ്റ് അവസാനിച്ചു, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നു. അതായത് വെൻ ബോത്ത് ദ പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്ട് ഫുൾഫിൽ ദെയർ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻ then the contract is said to be discharged or completed or terminated. So the discharge means termination of contractual relationship. Contractual relationship അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. എങ്ങനെയൊക്കെ ഡിസ്ചാർജ് ചെയ്യും, അതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മോഡ്സ് ഓഫ് ഡിസ്ചാർജ്? ഒരു കോൺട്രാക്റ്റ് എങ്ങനെയാണ് അവസാനിക്കുന്നത്? ഒന്നാമത് ബൈ പെർഫോമൻസ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്താണ് എ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ് ബൈ ദ പെർഫോമൻസ് ഓഫ് ദ പാർട്ടീസ്. രണ്ട് വ്യക്തികളും അവരുടെ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്തുവെങ്കിൽ കോൺട്രാക്ട് അവസാനിപ്പിക്കാം. ദാറ്റ് ഇസ് സെഡ് ടു ബി ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. ഓക്കെ, സെക്കൻഡ് വൺ ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെൻ്റ് ഓർ കൺസെൻറ്റ്. ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ, ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് in this case a contract is discharged by a mutual agreement between the parties. അവിടെ രണ്ടുപേരും ജോലി ചെയ്ത് തീർത്തിട്ടില്ല, പകരം പരസ്പരം ഒരു എഗ്രിമെൻറ്റോട് അവസാനിക്കുക. അത് പ്രധാനമായിട്ടും താഴെ പറയപ്പെടുന്ന കേസാണ്. അത് പുസ്തകത്തിൽ നോട്ട് ഞാൻ അയച്ചു തരാം, നിങ്ങൾ പുസ്തകത്തിൻ്റെ പാഠം നിങ്ങൾ വായിച്ചു നോക്കുക. എന്തൊക്കെ മാർഗ്ഗമാണ്? ഒന്നാമത്തത് നൊവേഷൻ, രണ്ട് മാർഗ്ഗം ചോദിക്കാം. ഒരു എഗ്രിമെൻറ്റ് അവസാനിക്കാൻ, ഒരു കോൺട്രാക്ട് അവസാനിപ്പിക്കാവുന്ന ഒന്നാമത്തെ മാർഗ്ഗം നൊവേഷൻ. നൊവേഷൻ എന്ന് വെച്ചാൽ എന്താ? നൊവേഷൻ മീൻസ് എ ന്യൂ കോൺട്രാക്ട് ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ എക്സിസ്റ്റ്. ഒരു പുതിയ കോൺട്രാക്റ്റ് പഴയ കോൺട്രാക്റ്റിൻ്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ പഴയ കോൺട്രാക്റ്റ് അവസാനിക്കും. അപ്പോൾ കോൺട്രാക്റ്റ് അവസാനിക്കുന്ന മാർഗ്ഗം എന്താണ്? പഴയ കോൺട്രാക്റ്റിൻ്റെ സ്ഥാനത്ത് പുതിയ കോൺട്രാക്റ്റ് വരും. ദാറ്റ് ഇസ് ടു ബി നൊവേഷൻ. സെക്കൻഡ് വൺ റിസിഷൻ. വാട്ട് യു മീൻ ബൈ റിസിഷൻ? എ കോൺട്രാക്റ്റ്, അതായത് an existing contract is cancelled and a new contract comes into existence. Rescission means a cancellation of contract and no new contract is ഫോംഡ്. അതെ, രണ്ട് തമ്മിൽ വ്യത്യാസം എന്താ? നൊവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് അവസാനിച്ചിട്ട് ന്യൂ കോൺട്രാക്റ്റ് വരുന്നു. റിസിഷൻ മീൻസ് വെൻ ബോത്ത് ദ പാർട്ടീസ്, രണ്ടുപേരും ആഗ്രഹിക്കുകയാണ് നമുക്ക് രണ്ടുപേർക്കും ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം. ദാറ്റ് ഷുഡ് ബി റിസിഷൻ. തേർഡ് വൺ, റിസിഷൻ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് എന്താണ്, എങ്ങനെയൊക്കെ ആകാം? രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തോടു കൂടി റിസിഷൻ, അത് മ്യൂച്വൽ കൺസെൻറ്റോടു കൂടി ചെയ്യാം. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടേ പിന്മാറാം. അയാൾക്ക് ആർക്കാണോ കൂടുതൽ അഫക്റ്റ് അയാൾ പറയുന്നത് എനിക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he can resign the contract. അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാൻ ഫെയിലർ ആവുകയാണെങ്കിൽ, അത് നമ്മൾ എന്താണ് പരാജയപ്പെടുകയാണെങ്കിൽ, റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻ പാലിക്കാൻ പറ്റിയില്ലെങ്കിലും റിസിഷൻ നടത്താം. നെക്സ്റ്റ് വൺ അൾട്ടറേഷൻ. വാട്ട് യു മീൻ ബൈ അൾട്ടറേഷൻ? അൾട്ടറേഷൻ ഓഫ് കോൺട്രാക്ട് മീൻസ് certain change, one or more terms of the contract is changed. അപ്പോൾ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിലുള്ള ഒന്നോ രണ്ടോ അധികം ചേഞ്ചസ് വരുത്തുന്ന, അതിൻ്റെ ടേംസിൽ ചേഞ്ച് വരുത്തുന്ന, അവിടെ നിന്ന് പുതിയ കോൺട്രാക്റ്റ് രൂപീകരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അൾട്ടറേഷൻ.
Then what is remission? എന്താണ് remission? Remission means acceptance of the for the promisee for the lesser performance. Acceptance means acceptance by the promisee of a lesser fulfillment of the promise made. ഉദാഹരണത്തിന് എ ബിക്ക് 3000 രൂപ കൊടുക്കാനുണ്ട്. എ എന്ത് ചെയ്യുന്നു, 2000 രൂപ കൊടുക്കുന്നു. ബി പറയുന്നു അത് മതി, 2000 രൂപ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ടു ബി റിമിഷൻ. എന്താണ് അവിടെ ചെയ്യേണ്ട കാര്യം ലെസ്സർ പെർഫോമൻസ് നടത്തുമ്പോൾ അത് അംഗീകരിക്കുന്നുവെങ്കിൽ ദാറ്റ്സ് ടു ബി റിമിഷൻ. ദെൻ വാട്ട് ഈസ് വെയ്വർ? നെക്സ്റ്റ് മെത്തേഡ് ഓഫ് കോൺട്രാക്റ്റ് ഡിസ്ചാർജിനുള്ള നെക്സ്റ്റ് മാർഗ്ഗമാണ് വെയ്വർ. എന്താണ് വെയ്വർ? ഇറ്റ് ഈസ് ഡെലിബറേറ്റ് അബണ്ടൻമെൻറ്റ് ഓഫ് ദ റൈറ്റ് ബിറ്റ്വീൻ വിച്ച് ദ പാർട്ടീസ് എൻറ്റൈറ്റിൽഡ് ടു അണ്ടർ ദ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ രണ്ട് വ്യക്തികളും പരസ്പരം, ഉദാഹരണത്തിന് എക്സ് വൈയോട് പറയുന്നു ഞാൻ നിൻ്റെ പടം വരച്ച് തരാം. വൈ പറഞ്ഞു ശരി ഞാൻ 5000 രൂപ തരാം. പിന്നീട് എക്സ് അറിയുന്നു എനിക്ക് തിരക്കാണ്, പടം വരയ്ക്കാൻ പറ്റില്ല, എനിക്ക് സമയമില്ല എന്ന് പറയുന്നു. വൈ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, രണ്ടുപേരും തമ്മിലുള്ള കോൺട്രാക്ട് അവസാനം ദാറ്റ്സ് ബി വെയ്വർ. ലാസ്റ്റ് വൺ മെർജർ. വാട്ട് ഡു യു മീൻ മെർജർ? ഇവിടെ ഒരു ഹിയർ ദ എക്സിസ്റ്റിംഗ് ഇൻഫീരിയർ റൈറ്റ് ഈസ് മെർജ്ഡ് ടു ദി ഈസ് കൺവെർട്ടഡ് ടു എ സുപ്പീരിയർ റൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു എഗ്രിമെൻറ്റ് പ്രകാരം ഞാൻ ഒരാളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ വീട് എൻ്റെ പേരിലേക്ക് വാങ്ങുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? വാടക കരാർ എന്തായി മാറില്ലേ? സെയിൽ എഗ്രിമെൻ്റായി മാറി അല്ലേ? സെയിൽ എഗ്രിമെൻ്റായി മാറി. അതായത് വാടക കരാർ എന്നുള്ള എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് എന്തായി മാറി? ഇറ്റ് ഈസ് കൺവെർട്ടഡ് ഇൻ ടു എ സെയിൽ എഗ്രിമെൻറ്റ്. ദാറ്റ് ഷുഡ് ബി മെർജർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ അതായത് എന്താണ് ഒരു കോൺട്രാക്ട് എഗ്രിമെൻറ്റിലൂടെ അവസാനിക്കാം. അപ്പോൾ എഗ്രിമെൻറ്റ് പെർഫോമൻസ് ചെയ്ത് അവസാനിപ്പിക്കുക സാധാരണ രീതിയിൽ മ്യൂച്വൽ എഗ്രിമെൻറ്റ് പ്രകാരം നൊവേഷനിലൂടെയോ റിസിഷനിലൂടെയോ അൾട്ടറേഷനിലൂടെയോ അതുപോലെ മെർജറിലൂടെയോ വെയ്വറിലൂടെയോ ഒക്കെ അവസാനിപ്പിക്കാം. ഈ മാർഗത്തെയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ എഗ്രിമെൻ്റ് എന്ന് വിളിക്കുന്നത്. തേർഡ് വൺ, ബൈ ലാപ്സ് ഓഫ് ടൈം. ഒരു കോൺട്രാക്ട് അവസാനിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ് ലാപ്സ് ഓഫ് ടൈം. നമുക്കറിയാം ലാപ്സ് ഓഫ് ടൈം എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം മീൻസ് കാലയളവ് കഴിയുമ്പോൾ. ഉദാഹരണത്തിന് നമുക്കറിയാം ചില എഗ്രിമെൻറ്റുകൾ കാലയളവ് കഴിയുമ്പോൾ അവസാനിക്കും. ഉദാഹരണത്തിന് ഒരു കടം വാങ്ങുന്ന ഒരാൾ പൈസ കടം വാങ്ങിക്കഴിഞ്ഞാൽ ആ കടം കൊടുത്താൽ 3 വർഷത്തിനുള്ളിൽ അത് ആവശ്യപ്പെടണം. 3 വർഷം വരെ ആ കടം ആവശ്യപ്പെട്ടില്ലെങ്കിൽ അയാളുടെ റൈറ്റ് അക്കോർഡിംഗ് ടു ദ ലിമിറ്റേഷൻ ആക്ട് ദ കോൺട്രാക്ട് വിൽ കംസ് ടു ആൻ എൻഡ്. ദാറ്റ് ഷുഡ് ബി ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. അതായത് ഒരു സ്പെസിഫൈഡ് പീരീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് അവസാനിക്കും. ദാറ്റ്സ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. നെക്സ്റ്റ് വൺ, ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് വെച്ചാൽ നിയമപ്രകാരം എന്ന് വെച്ചാൽ എന്താണ്? ചില സർക്കംസ്റ്റൻസസ് കാരണം, ചില നിയമത്തിൻ്റെ ഘടകങ്ങൾ കാരണം കോൺട്രാക്ട് അവസാനിപ്പിക്കുന്നു. അതിന് ഏതൊക്കെ മാർഗ്ഗമാണ്? ഒന്നാമത്തത് ഡെത്ത്. കോൺട്രാക്റ്റിലുള്ള എതിർ പാർട്ടി മരിച്ചുപോയ കോൺട്രാക്ട് അവസാനിച്ച നാച്ചുറൽ ലോ ആണ് അല്ലേ? ഇൻസോൾവൻസി, കോൺട്രാക്ട് അടുത്ത ഒരാൾ ഇൻസോൾവൻ്റായി പാപ്പറായി പോയി കഴിഞ്ഞാൽ കോൺട്രാക്ട് മേ ബി ഡിസ്ചാർജ്. മെറ്റീരിയൽ അൾട്ടറേഷൻ, കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തിരുത്തുന്നു, മറ്റേ ആൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ കോൺട്രാക്ട് അവസാനിക്കുന്നു അല്ലേ? ദീസ് ആർ ദ വേരിയസ് കേസസ്. ഡെത്ത്, ഇൻസോൾവൻസി, മെറ്റീരിയൽ അൾട്ടറേഷൻ എക്സെട്ര ആർ ദ മേജർ വേസ് ഓഫ് discharging of contract by operation of law. Next one, discharge by impossibility of performance. What do you mean impossibility of performance? നടക്കാത്ത അവസ്ഥ അല്ലേ? ഇമ്പോസിബിലിറ്റി പ്രധാനം. അതായത് ദ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് ഈസ് ബിക്കം ഇമ്പോസിബിൾ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ നേച്ചർ ഓർ ഡ്യൂ ടു സം റീസൺ വിച്ച് ആർ ദ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ പാർട്ടീസ്. പാർട്ടീസിൻ്റെ കൺട്രോളിൽ നിൽക്കാത്ത ചില കാരണം. ഉദാഹരണത്തിന് ഞാൻ ഒരാളോട് അത് ഇമ്പോസിബിലിറ്റി പല രീതിയിലുണ്ട്. ഒന്ന് ഇനിഷ്യൽ ഇമ്പോസിബിലിറ്റി ഉണ്ട്, നോൺ ഇമ്പോസിബിലിറ്റി. ഇനിഷ്യൽ ഇമ്പോസിബിലിറ്റി തന്നെ നോണും ഉണ്ട്, അൺനോൺ ഇമ്പോസിബിലിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് ഇനിഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നടപ്പിലാക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എ ബിയോട് പറയുന്നു ഞാൻ നിനക്ക് 10000 രൂപ തരാം, അല്ലെങ്കിൽ എ ബിയോട് പറയുന്നു എനിക്ക് 10000 രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് നികുതി എടുത്ത് തരാം. ഈസ് ഇറ്റ് പോസിബിൾ? ഇറ്റ് ഈസ് സെഡ് ടു ബി ഇനിഷ്യൽ നോൺ ഇമ്പോസിബിലിറ്റി. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇനിഷ്യൽ നോൺ ഇമ്പോസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. ദെൻ ഇനിഷ്യൽ അൺനോൺ ഇമ്പോസിബിലിറ്റി ഇനിഷ്യലായിട്ട് ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കുതിരയെ കൊടുക്കാമെന്ന് ഒരാളോട് സമ്മതിക്കുന്നു. പൈസ അഡ്വാൻസിൻ്റെ കാര്യം ഞാൻ പറയുന്ന എല്ലാം ശരിയായി. ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കുതിരയ്ക്ക് അസുഖം വന്ന് മരിച്ചുപോയി. വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ബിക്കോസ് എൻ്റെ കുതിരയില്ല കൊടുക്കാം, പക്ഷേ ഞാനത് അറിഞ്ഞതുമില്ല. ദാറ്റ്സ് ബി ഇനിഷ്യൽ അൺനോൺ ഇമ്പോസിബിലിറ്റി. പിന്നെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഇമ്പോസിബിലിറ്റിയാണ് ഇനിഷ്യൽ ഇമ്പോസിബിലിറ്റി ഉണ്ട്, സബ്സീക്വൻറ്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. വാട്ട് യു മീൻ ബൈ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി? സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇമ്പോസിബിലിറ്റി വിച്ച് ഈസ് ഒക്കേർഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ ഫ്യൂച്ചറിൽ, അതായത് കോൺട്രാക്ട് എൻ്റർ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഇമ്പോസിബിലിറ്റി. ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞത്, അതായത് എന്താണ് അങ്ങനെ ഉണ്ടാകുന്ന കാരണം. ഉദാഹരണത്തിന് ഞാൻ എയും ബിയുടെ കല്യാണം കഴിക്കായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം എ എന്നുള്ള ആൾ നിശ്ചയമൊക്കെ കഴിഞ്ഞു. കല്യാണത്തിൻ്റെ സമയത്ത് എ എന്നുള്ള ആൾ ഭ്രാന്തനായി മാറി. അങ്ങനെയാണ് ബി കല്യാണം കഴിക്കുമോ?
ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇതുണ്ടാകുന്ന പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. സൂപ്പർവീനിങ് അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ഉണ്ടാകാറുണ്ട്. ഒന്നാമത്തത് സബ്ജക്റ്റ് മാസ്റ്റർ ഓഫ് ദി കോൺട്രാക്റ്റ് ഡിസ്ട്രോയ് ചെയ്തു, അല്ലേ? നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്കൂട്ടർ ഒരാൾക്ക് കൊടുക്കാമെന്ന് ഇതെല്ലാം എഴുതി, പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആക്സിഡൻറ്റ് പറ്റി സ്കൂട്ടർ പോയി. അപ്പോൾ അത് സംഭവിച്ചു, പിന്നെ അത് നടക്കില്ല, അല്ലേ? എഗ്രിമെൻറ്റ് എഴുതി 1 മാസം കഴിഞ്ഞിട്ട് വിൽക്കാമെന്നാണ് കരാറ്, പക്ഷേ സ്കൂട്ടർ ആക്സിഡൻറ്റ് സംഭവിച്ചു, ദെൻ സെയിൽ cannot be carried out. ഓക്കെ. രണ്ടാമത് ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി. പിന്നെ ഉണ്ടാകുന്നത് ഒരാൾ മരിച്ചു പോയി. ഇതിലൊരാൾ മരിച്ചു പോകുന്നത് ഒരു പ്രശ്നമാണ്, അല്ലേ? അതും ഇമ്പോസിബിളായി മാറുന്നു കോൺട്രാക്റ്റ്. അതായത് എയും ബിയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടു, എ മരിച്ചുപോയി, അല്ലേ? ബിക്ക് നടത്താം. ദാറ്റ്സ് എ സബ്സിക്വൻറ്റ് ഇമ്പോസിബിലിറ്റി. നിയമം മാറുന്നു, യുദ്ധമുണ്ടാകുന്നു, ഡിക്ലറേഷൻ ഓഫ് വാർ. ഇന്ത്യയും ചൈനയും തമ്മിൽ, ചൈനയിലിരിക്കുന്ന ഒരാളും ഇന്ത്യയിലിരിക്കുന്ന ഞാനും തമ്മിൽ കരാറിൽ ഏർപ്പെടുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് said to be subsequent impossibility. Okay, the last one, breach of contract. Discharge by breach of contract. But it may be discharged by breach of contract when the parties to the contract are liable to perform the breach of contract means breaking the obligation which the contract imposes. The parties who do not take steps to performance of the contract is said to be breach of contract. ഇതിനകത്തുള്ള ആൾക്കാർ രണ്ടുപേരും ഇതിനുള്ള സ്റ്റെപ്സുകൾ ഇടുന്നു. അതായത് അവർ രണ്ടുപേരും ലംഘനം നടത്തുന്നു. രണ്ടുപേരും സമയമായിട്ടും കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് സെഡ് ടു ബി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് പെർഫോമൻസ് പോലെ തന്നെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനകത്ത് 2 തരത്തിലുണ്ട്. ആക്ച്വൽ ബ്രീച്ച് ഉണ്ട്, ആൻറ്റിസിപ്പേറ്റഡ് ബ്രീച്ച് ഉണ്ട്. ആക്ച്വൽ ബ്രീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വ്യക്തികളും ആക്ച്വൽ കോൺട്രാക്റ്റ് കാലയളവാകുന്ന സമയത്തോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ കാലയളവിലോ ഏതെങ്കിലും, അതായത് ഡ്യൂ ഡേറ്റിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ 2 പേരും പിന്മാറുന്നുവെങ്കിൽ ദേ ആർ ബ്രീച്ച്. They doesn't take any steps to perform the contract is said to be breach of contract. That is said to be actual breach of contract. Then what is anticipatory breach of contract? Anticipatory breach of contract എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ here ഇവിടെ പറയുന്നുണ്ട്, here the promisor declares his intention of not performing the promise before the performance is due. It is said to be ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓർ കൺസ്ട്രക്റ്റീവ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഇനി പഠിക്കാനുണ്ട്, എന്നാലും മനസ്സിലാക്കും. ഉദാഹരണത്തിന് എ ബിയോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് 1000 കിലോ അല്ലെങ്കിൽ 1000 ബാഗ് 1000 ചാക്ക് ഷുഗർ 24,000 രൂപയ്ക്ക് അടുത്ത ആഴ്ച തരാമെന്ന് പറയുന്നു. പക്ഷേ ഞാനാണെങ്കിൽ അടുത്ത ആഴ്ച ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അറിയിക്കുകയാണ്, എനിക്ക് 1000 ചാക്ക് ഷുഗർ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് അത്രയും വിള കിട്ടിയില്ല, എനിക്ക് അത്രയും കൃഷിയിൽ അത്രയും വിളവെടുത്ത് നടന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ദാറ്റ് മീൻസ് the promisor declares his intention of not performing the contract on the due date is called anticipatory breach. അപ്പം ആക്ച്വൽ ബ്രീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് നടക്കുന്ന സമയത്ത് 2 പേരും പറ്റില്ല എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ബ്രീച്ച്. എന്നാൽ കോൺട്രാക്റ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ നടക്കുന്നതിൻ്റെ കാലയളവിന് മുമ്പ് തന്നെ ഒരാൾ പറയുന്നത് എനിക്ക് പറ്റില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ബി ആൻറ്റിസിപ്പേറ്റഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓർ കൺസ്ട്രക്റ്റീവ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ദാറ്റ്സ് അബൌട്ട് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ക്ലിയർ? ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്, അതാണ് പെർഫോമൻസിനകത്ത് പഠിച്ചത്. ദാറ്റ് മീൻസ് 2 വ്യക്തികളും ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു. ദാറ്റ് ഷുഡ് ബി ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. നെക്സ്റ്റ് ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. മ്യൂച്വൽ എഗ്രിമെൻറ്റ് നൊവേഷൻ, റെസിഷൻ, അൾട്ടറേഷൻ, റെമിഷൻ, വൈവർ, അത് നമ്മൾ പഠിച്ചു. ദ നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം വെൻ ദ പീരീഡ് ഈ സ്പെസിഫൈഡ്, അതായത് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പെർഫോം ചെയ്ത് ദാറ്റ് ഷുഡ് ബി ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഓപ്പറേഷൻ ഓഫ് ലോ പ്രകാരം നിയമപ്രകാരം ഒരാൾ മരിച്ചു പോവുകയോ പാപ്പരായി പോവുകയോ മെറ്റീരിയൽ അൾട്ടറേഷൻ നടത്തി കഴിഞ്ഞാൽ മെർജർ ഓഫ് റൈറ്റ് മെർജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ടു ബി ഓപ്പറേഷൻ ഓഫ് ലോ. ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്താണ്? നോൺ ഇമ്പോസിബിലിറ്റി. ഇനിഷ്യൽ ഇമ്പോസിബിലിറ്റി ഉണ്ട്, സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ പഠിച്ചു. നോൺ ഇമ്പോസിബിലിറ്റി എന്താണ്, അൺനോൺ ഇമ്പോസിബിലിറ്റി എന്താണ്, സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി. നെക്സ്റ്റ് വൺ, അതിനകത്ത് പ്രധാനമായിട്ടും സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി വരുന്നതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ, ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി ഓഫ് ദ പേഴ്സൺ, നിയമം മാറുന്നു, യുദ്ധമുണ്ടാകുന്നു, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് ഓർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ എന്താണ്? ബ്രേക്കിംഗ് ദ ഒബ്ലിഗേഷൻ ബൈ വിച്ച് ദ കോൺട്രാക്ട് ഇമ്പോസസ്. ദ പാർട്ടീസ് who do not take necessary steps for the performance of contract is called a breach of contract. Actual breach ഉണ്ട്, anticipatory breach. Actual breach എന്ന് വെച്ചാൽ on the due date of performance both the parties are not willing to perform. അത് during the course of performance ആകാം. both the parties during the course of contract they agreed that not to perform the contract. Then a constructive breach or anticipatory breach means at the time of that during the course of contract one party inform the other that he is not willing to perform the contract. It's said to be anticipatory breach of contract or constructive breach of contract. Okay,
അപ്പോൾ നല്ലതുപോലെ വായിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ദെൻ ആസ്ക്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്ട്. താങ്ക് യു.